അർജുന്റെ ജീവിതകഥ നിങ്ങൾ കേട്ടിരുന്നോ? വളരെ ഇൻസ്പിറേഷണൽ ആയ ഒരു സ്റ്റോറി തന്നെയാണ് അർജുന്റേത്. കോട്ടയത്ത് നിന്ന് ഒരു സാധാ ഫാമിലിയിൽ നിന്നുമാണ് അർജുൻ വന്നിട്ടുള്ളത്. അർജുൻ ഒരു മോഡലാണ്. മോഡലായിട്ടുള്ള അർജുന്റെ സ്ട്രഗിൾസിനെ പറ്റിയും അർജുന് വന്ന റയർ ഡിസീസിനെ പറ്റിയുമാണ് അർജുൻ ജീവിതകഥയിൽ പറഞ്ഞത്. കുഞ്ഞിലെ വളരെ ഫാറ്റ് ആയിട്ടുണ്ടായിരുന്ന അർജുൻ ഒരുപാട് ബുള്ളിയും നേരിട്ടിട്ടുണ്ടെന്നും അതിനുശേഷം 120 കിലോയിൽ നിന്ന് 95 കിലോയിലേക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുകയും 2020 മിസ്റ്റർ കേരള 2020 ടൈറ്റിൽ വിൻ ചെയ്യുകയും ചെയ്തിരുന്നു. അർജുൻ BBA സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അർജുന് ഹിരായാമ എന്ന് പറയുന്ന ഡിസീസ് വന്നത്. റൈറ്റ് സൈഡിൽ മസിൽ ലോസ് ആയിരുന്നു പുള്ളിക്ക് സംഭവിച്ചത്. ബൈസെപ്സും ട്രൈസെപ്സും തന്റെ ലോസ്റ്റ് ആവുകയായിരുന്നു, ടിഷ്യൂ ഡാമേജ് ഉണ്ടായിരുന്നെന്നും അർജുൻ പറഞ്ഞു. പിന്നീടുള്ള 6 മാസം വളരെയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു എന്നും ജീവിതം തന്നെ വേണ്ടാന്ന് വച്ചാലോ എന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അർജുൻ പറഞ്ഞു. അതിനുശേഷം തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്നുമെല്ലാം ഓവർകം ചെയ്ത് ജിമ്മും ഡയറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നടത്തിയിട്ടാണ് അർജുൻ മിസ്റ്റർ കേരള 2020 ടൈറ്റിൽ വിൻ ചെയ്തത്. ബിഗ് ബോസിലേക്ക് പല പ്രാവശ്യം താൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും ബിഗ് ബോസ് 3ലേക്കും ബിഗ് ബോസ് 4ലേക്കും ബിഗ് ബോസ് 5ലേക്കും എല്ലാം താൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം റിജക്ട് ആവുകയുമാണ് ചെയ്തതെന്ന് അർജുൻ പറഞ്ഞു. എന്റെ മോൾ ഷൈന് ലെറ്റർ വരെ താൻ അയച്ചിട്ടുണ്ടെന്നാണ് അർജുൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിലേക്ക് അർജുൻ വിളിച്ചപ്പോൾ അർജുന് ഫോൺ കോൾ തന്നെ അവർ കട്ട് ചെയ്തെന്ന് അർജുൻ പറയുകയുണ്ടായി. ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുകയും പിന്നീട് താൻ ഇതിലേക്ക് അപ്ലൈ ചെയ്തപ്പോഴാണോ അർജുൻ ഇതിൽ സെലക്ഷൻ കിട്ടിയത്. എല്ലാവരും അറിയപ്പെടുക, അതുപോലെ ആക്ടർ ആവുക എന്നൊക്കെയുള്ളതാണ് അർജുന്റെ ലക്ഷ്യം. തന്നെ പോലെ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ ആവട്ടെ എന്നുള്ള രീതിയിലാണ് അർജുൻ തന്റെ ജീവിതകഥ പറഞ്ഞത്. ഇത് കേട്ടിട്ട് ഒരാൾക്കെങ്കിലും മാറ്റം വരുവാണെങ്കിൽ അതാണ് തന്റെ സന്തോഷമെന്നും അർജുൻ പറയുകയുണ്ടായി. നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും സ്ട്രോങ് ആണെന്ന് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.